വർഗീസ് അണ്ണാ എന്തേ? ഏയ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ വിശ്വാസം വരുന്നില്ലേ? ദൈവ സത്യം, ഇവന്റെ അച്ഛനുള്ള സത്യം, ഇത് സിദ്ധു തന്നെ സത്യം. അതല്ല, സിദ്ധു എന്റെ ലോഡ്ജിൽ വന്നെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ റൂമിന്റെ കാര്യം നീ ഇതാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും വലിയ മുറി. ഇത് കണ്ട, ഇതാണ് കുളിമുറിയും കക്കൂസും. ചൂടോളം വേണോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. മറ്റേ 2 കുള്ളന്മാരല്ലേ, അവരെ നമ്പർ ഇത് കേട്ടാ. പിന്നെ ഇതാ ആ ജനൽ തുറന്നിട്ടാ നല്ല കാറ്റ് കിട്ടും. അല്ല ഞാൻ ബാക്കി പറഞ്ഞു കൊടുക്കട്ടെ. അയാടാ ഇതൊന്ന് ഹിന്ദി പറഞ്ഞു കൊടുത്തേ. അതൊക്കെ പറഞ്ഞോളൂ. നീ എന്തൊരു തള്ളണ, ഈ എന്തിനാണ് തള്ളണം? അവിടെ കിടന്ന് ഒച്ചപ്പാട്ടുണ്ടാക്കിയ അയാളുടെ പാട്ടിന് പോകും. അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്റെ നാണക്കേട്. അങ്ങനെയാണല്ലേ? പിന്നല്ലാണ്ട്. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ ഇടയ്ക്ക് തരാം. ചേർന്നിപ്പിച്ചല്ലേ? ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ നിനക്ക് നാണമില്ല? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നീ ഇത് റെഡിയായില്ലേ? നിങ്ങളുടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങള് വിളിച്ചാന്നേ, അവന് പേടിയായിരുന്നു. പേടിയാണ് ഞാൻ കൂടെ പോകട്ടോ. ഞാൻ കട്ടിന്റെ അവിടെ എവിടെയെങ്കിലും ചുരുളോളാം. അത്രയ്ക്ക് ത്യാഗം നീ ചെയ്യണ്ട. നീ വേറെ റെഡിയാക്കി. എഴുന്നേക്ക്. എടാ റെഡി ആവാൻ ഒന്ന് വേഗം റെഡി ആയിക്കണം. ആദ്യത്തെ പേടിയുള്ളടാ, പിന്നെ അങ്ങ് മാറിക്കോളൂല്ല. ചേച്ചി കേറിപ്പട. ചേച്ചി അറിവില്ല പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റി ഊറ്റിട്ടല്ലേ. ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? ശിവണ്ണ, എനിക്കൊരു സമാധാനമില്ല. ഞാനൊന്ന് പോയി നോക്കിയാലാ? വേണ്ട വേണ്ട വേണ്ട, തെറ്റ തെറ്റ വേണ്ട. ആരാ? ഞാനാ. ചേട്ടനാ? എന്നാട്ടാ? പുള്ളി എവിടെ? സിദ്ധു, എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയാ. പുള്ളി ബിസിയാ. ബിസിയാ. അതെന്താ പറ്റി? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ്? ചേട്ടാ ഈ മറ്റേ ആസനം ഇല്ലേ, മറ്റേ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ സാധനം തീരുമ്പോ പറയണം. വർഗീസ് എണ്ണെല്ലാം ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണമെങ്കിൽ പറയട്ടാ. പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം? സാരമില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം.
ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഓരോ സാഹചര്യങ്ങൾ അവർ ചീത്താക്കണേ. എന്താടാ ഊളെ ചേട്ടാ എന്നാ ഏട്ടാ സെൽഫി എടുക്കണ കാര്യം ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാരി ആ മനു. ആ അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നല്ല, സിന്ധു. അതൊരു ഭൂലോക. എടാ വ്യാജ നാറി, നിന്നെ കണ്ടോണ്ടിരിക്കുന്നത് മൂടും പോയി. അടിപൊളി. നല്ല മൂഡിൽ വന്നായിരുന്നു. അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു ഒന്നല്ല. ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പം. ആണോ? ആ വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ പേടിക്കല്ലേടോ, താൻ കണ്ണടച്ചിരുന്നാ മതി. കണ്ണടക്കടോ. നീയായിരുന്നോ? പേടിച്ചും പോയി. എന്തേ? അല്ല, കുടിക്കാൻ വല്ലതും വേണം മോനെ? വേണ്ട. ഗ്ലൂക്കോസ് അറിയിട്ട് പിടിച്ചു. വേണ്ട. നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ മുള്ളാൻ. ഇതുവരെ കഴിഞ്ഞില്ല ഈ ഒരക്കല്. ഇപ്പൊ എവിടെ പോണ്? മുള്ളിട്ട് വരാം. ഇങ്ങോട്ട് മുള്ളിട്ട് വരാടാ. മുള്ളാൻ തന്നെ പോണേ. എന്താ അടിമേ? എടാ, ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? അതെന്റെ കാര്യല്ലേ? നീ ഇപ്പൊ വന്ന കാര്യം പറഞ്ഞേ. എടാ ഭയങ്കര കൊതുകില്ലടാ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കൊതുക് തീരാം. ഒരു പുല്ലും വേണ്ട, ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നു അതെ, ഇനി എങ്ങനെ വൈകി വന്നിട്ടല്ലോ ചവിട്ടിയാൻ നെഞ്ചും പൊളിക്കും കേട്ടോ. മനു. ആ ഞാൻ തന്നെ. ഞാനിവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പഴയടുത്തിട്ട് കിടക്കും. ഉള്ള സ്ഥലത്ത് രണ്ടുപേരും കൂടി കിടക്കാം. വലിയ ദേഷ്യക്കാരനാണല്ലേ. ഇതെന്ത് വിറയല?